നമസ്കാരം. രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കൂട്ടാനായിട്ടുള്ള 5 നാച്ചുറൽ റെമഡീസാണ് ഇന്ന് പറയുന്നത്. ഓക്സിജൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് പലതരത്തിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഹൃദയമിടിപ്പ് കൂടുന്നു, അതുപോലെ ശ്വസിക്കാൻ പ്രയാസം വരുന്നു, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, അതുപോലെ കൺഫ്യൂസ്ഡ് മൈൻഡ്. മാത്രമല്ല നെർവ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഒന്നാമതായിട്ട് റിലാക്സ് ചെയ്ത് നട്ടെല്ല് നിവർന്നിരുന്നു കൊണ്ട് മൂക്കിൽ കൂടി ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. 8 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് സാവധാനം മൂക്കിൽ കൂടി തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് തന്നെ ഒരു മൂക്ക് അടച്ചു പിടിച്ചുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന രീതിയുണ്ട്. ഇവിടെ ഓർക്കേണ്ട കാര്യം, ശരീരവും മനസ്സും പൂർണ്ണമായും റിലാക്സ് ആയിരിക്കണം. അതുപോലെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത് സാവധാനത്തിലായിരിക്കണം. ഇതൊരു 10 മിനിറ്റ് ചെയ്ത് കഴിയുമ്പോൾ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടുന്നത് കാണാം. ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ബ്ലഡ് വെസൽസ് എല്ലാം പൂർണ്ണമായും റിലാക്സ് ആകുന്നു. അതുകൊണ്ട് തന്നെ സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ആക്ടിവിറ്റീസിനനുസരിച്ചുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളത് മറക്കുന്നുണ്ട്. തന്നെയല്ല, ഏതെങ്കിലും സാഹചര്യത്തിൽ ഡീഹൈഡ്രേഷൻ വരുന്നത് രക്തത്തിൽ ഓക്സിജൻ്റെ അളവിനെ കുറയ്ക്കും. മൂന്നാമതായിട്ട് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അയൺ, ആൻറ്റി ഓക്സിഡൻസ് കൂടുതൽ അടങ്ങിയ ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കാൻ ശ്രദ്ധിക്കണം. പഴങ്ങളും പച്ചക്കറികളും എന്ന് പറയുമ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ ബീട്രൂട്ട്, ബീൻസ്, നട്ട്സ് ആൻഡ് സീഡ്സ്, ഇതിനകത്തൊക്കെ നന്നായിട്ട് അയൺ കണ്ടൻ്റ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പൊതുവെ പച്ചക്കറികളെല്ലാം തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. നാലാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ്റെ അളവ് കറക്റ്റായിട്ട് എത്താൻ ക്വാളിറ്റി സ്ലീപ്പ് നിർബന്ധമാണ്. ഏത് രോഗത്തെ സംബന്ധിച്ചും നല്ല ഉറക്കമാണ്, ആഴമേറിയ ഉറക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ. അതുപോലെ ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു എക്സർസൈസാണിത്. ഒരു 10 മിനിറ്റ് കുറച്ചൊന്ന് നടക്കുകയൊക്കെ ചെയ്ത് ശരീരം ഒന്ന് ചൂട് പിടിപ്പിച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാൻ. ഇവിടെ ഓർക്കേണ്ട കാര്യം, ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ശരീരം ഇത്രയൊന്നും ബെൻഡ് ചെയ്യണമെന്നില്ല. അതുപോലെ തല മുന്നോട്ട് കുനിയുന്ന സമയത്ത് ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടണം. അതുപോലെ നിവരുന്ന സമയത്ത് ശ്വാസം ഡീപ്പായിട്ട് അകത്തേക്ക് എടുക്കുക. അപ്പോൾ ഒരു സമയത്ത് ഈ ഒരു രീതി തന്നെ 7 റൗണ്ട്സ് ചെയ്യാം. ഈ ഒരു രീതി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ മറ്റ് പല ഗുണങ്ങളുമുണ്ട്. രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് നെർവസ് സിസ്റ്റത്തെ നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിനെ ഇത് പൂർണ്ണമായിട്ടും റിലാക്സ് ആക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അമിതമായിട്ടുള്ള ടെൻഷൻ ശരിയായ രീതിയിലുള്ള ബ്രീത്തിങ്ങിനെ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യാൻ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് നിരന്തരമായി ടെൻഷൻ അടിക്കുന്നവരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സ്റ്റെപ്പ് കയറിയാൽ തന്നെ അണപ്പ് കൂടുന്നു, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഉണ്ടാകുന്നു. പ്രഷർ കൂടുന്ന ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ കുറച്ചൊരു അണപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു കുഴച്ചിൽ പോലെ വരികയും അതുപോലെ പ്രഷർ കൂടാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. തന്നെയല്ല, ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ്റെ ലെവൽ കുറയുമ്പം തലചുറ്റലുണ്ടാവും. അതുപോലെ ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ പതിവായിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്സിജൻ്റെ ലെവൽ കറക്റ്റായിട്ട് നിൽക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. തന്നെയല്ല, നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി സ്ലീപ്പ് വേണമെങ്കിൽ ഉത്കണ്ഠ പൊതുവെ കുറഞ്ഞിരിക്കണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.